ഷമ്മാസ് ഇവിടെ ഒരു കുട്ടി അയച്ച മെസ്സേജാണ്. ഞാൻ കണ്ണൂർ ഡെന്റൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. കുട്ടി ഈ പറയുന്ന റാം മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് പെഡോഡോണ്ടിക്സ്, ഒന്ന് ഡോക്ടർ എ, രണ്ട് ഡോക്ടർ എസ്, ഞാൻ പേര് വായിക്കുന്നില്ല, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പീരിയോഡോണ്ടിക്സ് പോട്ടെ, ഡോക്ടർ എസ് ഹോസ്റ്റലിൽ നിന്ന് പോലും വർക്ക് നോക്കും, പിള്ളേരുടെ കുറ്റം ഫേവേഴ്സ് പിള്ളേരോട് പറയും, പേഷ്യൻ്റെ മുൻപിൽ വെച്ച് ഇൻസൾട്ട്, ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല, ബ്രേക്ക് തരില്ല, 5 മണി വരെ പണിയെടുപ്പിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ എസ് ഫോർമർ സ്റ്റുഡൻറ്റ് നൗ ഇൻവോൾവ് ഇൻ ഹറാസിംഗ് സ്റ്റുഡൻസ്. ഡോക്ടർ എ PG സ്റ്റാഫ് UG എന്നില്ലാതെ എല്ലാവരോടും ടെററാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓർത്തോഡോണ്ടിക്സ്. ഡോക്ടർ എച്ച് 10,000 മിനിമം രൂപയുടെ ബുക്ക് മേടിപ്പിക്കും, എക്സാം ടൈം ആകുമ്പോൾ ടെക്സ്റ്റ് ഫുൾ എഴുതിക്കൊണ്ട് വരാൻ പറയുക, എക്സാം എഴുതിപ്പിക്കാതെ ഇരിക്കുക. ഡോക്ടർ എൻ ഒരു കാര്യമില്ലാതെ ഷൗട്ട് ചെയ്യും, ഹൈപ്പറാണ്, ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പിള്ളേരുടെ നെഞ്ചത്ത് തീർക്കും, ഷീസ് മെൻ്റലി അൺസ്റ്റേബിൾ. പിന്നെ ഡോക്ടർ എസ് 2 ലൈൻ ഇല്ലെങ്കിൽ എക്സാം ഫെയിലാക്കും, എന്നിട്ട് അറ്റൻഡ് ചെയ്ത ക്ലാസ്സിന് പോലും അറ്റൻഡൻസ് കട്ട് ചെയ്യും, എന്നിട്ട് എക്സാം എഴുതിപ്പിക്കൂല. ഡോക്ടർ എ മൂഡ് സ്വിങ്സ് അനുസരിച്ച് ആണ് സൈൻ തരിക. ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡെന്റിസ്ട്രി. ഡോക്ടർ ഡി പെരിയോ സ്റ്റാഫാണ്, ബട്ട് ഇതാണ് പഠിപ്പിക്കുന്നത്, സ്റ്റുഡൻറ്റ് ആൻസർ പറഞ്ഞ ഈഗോ ആണ്, വെറുതെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഡെന്റൽ അനാട്ടമി. ഡോക്ടർ എ മുസ്ലിം കുട്ടികളോട് പ്രത്യേക താല്പര്യം, ഗേൾസിനെ ഡ്രസ്സിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യും. ഇത് അവിടെ പഠിക്കുന്ന കുട്ടികൾ അവരനുഭവിക്കുന്ന നേർസാക്ഷ്യങ്ങൾ എഴുതി പറയുന്ന ഷമ്മാസ്. ഇവിടെ ആ കോളേജിൽ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, അത് വ്യക്തികൾ തന്നെയാണല്ലോ. അവരെങ്ങനെയാണ് അരൂപികളായിട്ടിരിക്കാൻ പറ്റുക? അവരെപ്പറ്റി ആർക്കും അന്വേഷിക്കേണ്ടാത്ത എന്തുകൊണ്ടാണ്? എന്താണ് അവരുടെ ഈ സ്വാധീന ശക്തി? ഷമ്മാസ്. ഹാഷ്മി, ഇവിടെ ഈ താങ്കൾ വായിച്ച മെസ്സേജ് സത്യം പറഞ്ഞ ഞെട്ടലോടുകൂടി തന്നെയാണ് ഞാൻ മാത്രമല്ല, ഈ ചർച്ച 24-ന്റെ ചർച്ച കാണുന്ന കേരളത്തിലെ പൊതുസമൂഹവും കാണുന്ന ഞെട്ടലോടുകൂടി തന്നെയാണ്. ഇത്രയൊക്കെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയണതിന് മറുപടി ഇങ്ങനെയുള്ള അധ്യാപകരെയാണ് ഈ പറഞ്ഞ പഠനം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്? ഇവരെയാണോ ശമ്പളം കൊടുത്ത് ഈ പറഞ്ഞ അവിടെ തീറ്റിപ്പോറ്റുന്നത്? എന്തൊരു ഗതികേടിൽ ഇതൊക്കെ മേൽനോട്ടം വഹിക്കാൻ, ഇതിനൊക്കെ നിയന്ത്രണം ഒരു ഏതെങ്കിലും തരത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ അവിടെ അംഗീകാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ അവിടെ പാവപ്പെട്ട സാധാരണക്കാരായ പല തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് കിടത്തി ഇൻസ്പെക്ഷന്റെ പൂർത്തീകരിച്ച സംഭവം വരെ ആ കോളേജിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ ഹാഷ്മിക്ക് മെസ്സേജ് അയച്ച കുട്ടികൾ പുറത്തു വരുന്നില്ല എങ്കിൽ, അവർ ഐഡന്റിറ്റി വെളിപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾ അറിയിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം വളരെ തീർത്ത് ഈ 24-ന്റെ വേദിയിൽ പറയാം. റാമെന്നല്ല, ഈ സമാന സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു മൃഗവും ആ ക്യാമ്പസിനകത്ത് ഇതുപോലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന ഒരുത്തനും ആ ക്യാമ്പസിനകത്ത് കാലുകുത്താത്ത രീതിയിലേക്ക്. അക്കാര്യത്തിൽ ഞങ്ങൾ KSU ആയാലും MSF ആയാലും SFI ആയാലും ഒരൊറ്റക്കെട്ട്, അത് വിദ്യാർത്ഥി താല്പര്യം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ അവരുടെ നിലവാരവും അവരുടെ വിദ്യാഭ്യാസ നിലവാരവും അവർക്ക് ആവശ്യമായ സംരക്ഷണവും കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഈ കൊടിയും പിടിച്ച് നടക്കുന്നത്. ആ കാര്യം പ്രിയപ്പെട്ട ഈ മെസ്സേജ് അയച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി വിദ്യാർത്ഥികളോടായി പറയട്ടെ. പിന്നെ ഈ മാനേജ്മെന്റിന്റെ കാര്യം ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ. ഈ വിഷയത്തിന് ഏറ്റവും ആദ്യവും അവസാനമായും പ്രതികരിച്ച സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS വളരെ എഫിഷ്യൻ്റായ ഒരു പോലീസ് ഓഫീസറാണ്, ചെറുപ്പക്കാരനാണ്. ഈ പറഞ്ഞതുപോലെ സാധാരണ സ്കൂളിൽ പഠിച്ച് കാസർഗോഡ് ഒരു ജില്ലയിൽ നിന്ന് കടന്നു വന്ന കേരളത്തിലെ എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന പൊതുവിൽ നല്ല മതിപ്പുള്ള മികച്ച അന്വേഷണ പാരമ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ആ സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് ഈ പറഞ്ഞ ലോൺ ആപ്പിന്റെ കഥ പറയേണ്ടി വന്നു? അവിടെയാണ് ഈ പറഞ്ഞ സംരക്ഷണത്തിന്റെയും കൃത്യമായ ഡയറക്ഷന്റെയും കൃത്യമായ നിർദ്ദേശങ്ങളും എവിടെ നിന്നും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കൃത്യമായ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. ഒരൊറ്റ കാര്യം ഹാഷ്മി സൂചിപ്പിച്ചോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 FIR-കളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്ന് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ എടുത്ത 202/2026 സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:35 FIR രേഖപ്പെടുത്തുന്നു. അതായത് നിതിൻ രാജ് മരിച്ച നിലയിൽ ഈ പറഞ്ഞ താഴെ വീണ് നിലയിൽ മരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം 3:35 സംഭവം നടന്ന സമയം. എന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ അഞ്ചരക്കണ്ടിലെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം എന്ന് പറയുന്ന 6 മണിയാണ്. 3:30 നടന്നൊരു സംഭവം 6 മണിക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ അറിയാൻ ഇത്രയും സമയം വൈകിപ്പിച്ചത്? എന്തിനാണ്? ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? എന്ത് തിരക്കഥയും ഗൂഢാലോചനയ്ക്കും വേണ്ടിയിട്ടാണ്? 10:30 അന്നത്തെ ദിവസം FIR ഇടുന്നത്. എന്തിനാണ് അത്രയും ഒരു ദുരൂഹ മരണത്തിൽ പോലും FIR ഇടുന്നതിന് അത്രയും വൈകുന്നത്? അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി 11:45 FIR വരുന്നത് ഇത് ഈ പറഞ്ഞ സൈബർ പോലീസിന്റെ ഭാഗമായി. അതിലും വലിയ പൊരുത്തക്കേടുകളുണ്ട്. 7:45 ഈ പറഞ്ഞ വളരെ എഫിഷ്യന്റ് ഞാൻ അടിവരയിട്ട് പറയുന്നു. നിതിൻ രാജ് എന്ന് പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർ 7:45 24 ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളെയും നിരത്തി നിർത്തി പറയുകയാണ് ഈ പറഞ്ഞ നിതിൻ രാജ് ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലേക്ക് ഒരു ലോൺ ആപ്പിന്റെ കഥയുണ്ട്, അത് സൈബർ പോലീസ് അന്വേഷിക്കുകയാണ്, അതിൽ FIR ഇട്ടു എന്ന് 7:45 പറയുകയാണ്. FIR നമ്പർ ഉൾപ്പെടെ പറയുന്നു. തെറ്റായ നമ്പറാണ് പറഞ്ഞത്, ഞങ്ങൾ പിന്നീട് വെരിഫൈ ചെയ്തു. FIR നമ്പർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതാ ഞങ്ങൾ ആ സൈബർ കേസുമായി ബന്ധപ്പെട്ട FIR ഇട്ടിട്ടുണ്ട് എന്ന്.
8 മണിക്ക് അതേ FIR, അതിൽ ഇട്ട FIR ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതേ FIR മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന പറയുന്ന സമയം 8 മണിയാണ്. ഈ ലത എന്ന് പറയുന്ന അധ്യാപകയുടെ മൊഴി രേഖപ്പെടുത്തിയ സമയം 8 മണി. പിന്നെ എങ്ങനെയാണ് കമ്മീഷൻ 7:45 FIR ഇട്ടു എന്ന് പറയുന്നത്? FIR യഥാർത്ഥത്തിൽ ഇടുന്ന സമയം എത്രയാണ്? രാത്രി 11:45. ഇതൊക്കെ വിവരങ്ങൾ കൃത്യമായ റെക്കോർഡ് സഹിതമുണ്ട്. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പോലീസ് ഈ തരത്തിൽ കണ്ണൂരുകാരനാണ്, ഈ മേഖലയ്ക്ക് അറിയാവുന്ന ആളാണ്. അങ്ങനെയുണ്ടോ? അരൂപികളായി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടോ? അവർ പുറത്തേക്ക് വരണ്ടേ? അവരുടെ കോളേജിൽ കാലാകാലങ്ങൾ നടക്കുന്ന വൃത്തികളെ പറ്റിയാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റാം എന്ന് പറയുന്നവൻ 2009 വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മാനേജ്മെന്റ് ഒരു അറിവില്ലെന്നാണോ അതിനെപ്പറ്റി? മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച് എല്ലാ കോളേജിൽ നടക്കുന്ന മുഴുവൻ തോന്നിയവാസം സംബന്ധിച്ച് മാനേജ്മെന്റ് അറിവുണ്ട്. ഒരു കാര്യം വളരെ ഞങ്ങൾ മനസ്സിലാക്കിയ ഈ ജില്ലയിൽ നിന്നുള്ള ആൾ നിലയിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അറിവുള്ള കാര്യത്തിന്റെ അടിസ്ഥാനം തന്നെ പറയും. ഈ മാനേജ്മെന്റ് പ്രതികളായി ഇതിന്റെ MD ആയി, ചെയർമാൻ ആയാലും MD ആയാലും ഇവരാരും ഈ ജില്ലയിലോ ഈ സംസ്ഥാനത്തുള്ള ആളുകളല്ല. ഇവരിൽ പലരും വിദേശത്താണ്. ഈ പറഞ്ഞ റിമോട്ട് കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പൾക്ക് പോലും ഈ പറഞ്ഞ മാനേജ്മെന്റിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നോക്കണം. കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ അതിൽ മാനേജ്മെന്റ് പ്രതികളില്ല. കേവലം അവിടെ ജീവനക്കാരായിട്ടുള്ള ജോലി ചെയ്യുന്ന അവരുടെ ശമ്പളം പറ്റുന്ന ചില ആളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഈ സംസ്ഥാനത്ത് എങ്ങനെ ഇതുപോലൊരു ദന്തൽ കോളേജ്, എങ്ങനെ ഇതുപോലൊരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു? അതിൽ മെഡിക്കൽ അഡ്മിഷൻ ഇല്ല എന്നുള്ള മറ്റൊരു വസ്തുത. അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ അടച്ചുപൂട്ടി. ഈ രീതിയിലേക്ക് ഒരു തരത്തിലുള്ള വ്യവസ്ഥകൾക്കും വിധേയമായിട്ടല്ലാതെ എങ്ങനെ ഈ സംസ്ഥാനത്ത് ആരുടെ പിന്തുണയോടുകൂടി ഈ തെമ്മാടിത്തരം മുഴുവൻ അരങ്ങേറുമ്പോൾ എന്താ ഇവിടെ ചോദ്യങ്ങളില്ലാത്തത്? എന്താ ഇവിടെ അന്വേഷണം ഇല്ലാത്തത്? ഈ കാര്യങ്ങളെ കുറിച്ച് എന്തേ ഈ പറഞ്ഞ പരാതി ആന്റി റാഗിംഗ് സെല്ലിന്റെ മെമ്പർ തന്നെയാണ് ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ അധ്യാപകൻ എന്ന് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഒരു കുട്ടിയിലേക്ക് അയച്ച മെസ്സേജ് പുറത്തോട്ട് ശരിയാണെന്നറിയില്ല. ഇയാൾക്ക് മദ്യപിക്കാനും പുകവലിക്കാനും ഹോസ്റ്റലിൽ പ്രത്യേക റൂമുണ്ടെന്നാ ഈ കുട്ടി അയച്ച മെസ്സേജ്. ഈ അറിയില്ല സത്യമാണോ ഇല്ലയോ എന്ന്. അധ്യാപകനൊക്കെ അങ്ങനെ തരം താഴാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പശുക്കളൊന്നും അല്ല, അങ്ങനെ വിളിക്കുന്ന ആവുന്ന അധ്യാപകൻ എന്ത് നീചത്തരമാണ് ചെയ്തുകൂടാത്തത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.